വിഴിഞ്ഞത്തേക്കില്ല എന്ന നിലപാടിൽ വി.ഡി. സതീശൻ. വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ്ങിന് തന്നെ വിളിച്ചിട്ടില്ല. രാഷ്ട്രീയമായി വിവാദമായപ്പോൾ അത് മറച്ചുവെക്കാനാണ് അവ്യക്തമായ ക്ഷണം നടത്തിയത്. ഈ വിഷയത്തിൽ തനിക്ക് പരാതിയോ പരിഭവമോ ഇല്ല എന്നും പ്രതിപക്ഷ നേതാവ്. അവിടുത്തെ MP വിളിച്ചിട്ടുണ്ട്, MLA വിളിച്ചിട്ടുണ്ട്. അവരവിടെ പോയി പങ്കെടുക്കും. അല്ല, എന്നെ വിളിച്ചിട്ടില്ലല്ലോ. എനിക്ക് നിങ്ങൾ കണ്ടല്ലോ ക്ഷണക്കത്ത്. എല്ലാവർക്കും MP മാർക്ക്, എല്ലാവർക്കും MLA മാർക്ക് അയച്ച ക്ഷണക്കത്താണ് എനിക്ക് തന്നത്. മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞത് 4ാമത്തെ വാർഷികം ആയതുകൊണ്ട് വിളിക്കുന്നില്ല എന്നാണ്. ജനങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ രാഷ്ട്രീയമായും എല്ലാ പ്രതിഷേധവും ഉണ്ടായപ്പോൾ അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവ്യക്തമായൊരു കത്തയച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പരിഭവമില്ല, പരാതിയില്ല. ഞങ്ങൾ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തുന്ന ആളുകളാണ്. ഈ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടി എന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും അന്നത്തെ സർക്കാരിൻ്റെയും വിൽ പവറാണ്. PS അനു ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അനു, തന്നെ ഉചിതമായ രീതിയിൽ ക്ഷണിച്ചില്ല എന്ന് വി.ഡി. സതീശൻ പറയുന്നു. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞത്തേക്കില്ല എന്ന് അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുകയാണ്. ഒപ്പം കോൺഗ്രസ് ഉന്നയിക്കുന്ന മറ്റൊരാരോപണം, വി.ഡി. സതീശൻ ഉയർത്തിയ മറ്റൊരാരോപണം, CPM-ഉം BJP-യും ചേർന്നാണ് 4ാം വാർഷികം ആഘോഷിക്കുന്നത് എന്നാണ്. അതിലേക്ക് വഴിവെച്ചത് VN വാസവന്റെ പ്രസ്താവന തന്നെയല്ലേ? അദ്ദേഹത്തിന്റെ പ്രസ്താവന അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുക തന്നെയല്ലേ സർക്കാരിനെ? വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പങ്കെടുക്കില്ല എന്ന് തന്നെയാണ്. അദ്ദേഹം അതിന് കാരണമായി പറയുന്നത്, അദ്ദേഹത്തിന് ഇതുവരെയും ക്ഷണിച്ചിട്ടില്ല. ഈ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്ത വിവരം നേരത്തെ തന്നെ വാർത്തയായി വന്നിരുന്നു. ആ സമയത്ത് ആദ്യഘട്ടത്തിൽ മന്ത്രി VN വാസവൻ പ്രതികരിച്ചത്, ഇത് സർക്കാരിന്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടിയാണ്. ഈ സാധാരണ സർക്കാർ പരിപാടികളിൽ പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷ നേതാക്കന്മാരോ പങ്കെടുക്കുന്നില്ല, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്ഷണിക്കാത്തത് എന്നുള്ളത്. പക്ഷെ പിന്നീട് വിമർശനമായി ഉയർന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് ക്ഷണക്കത്തയച്ചു. പക്ഷേ സതീശൻ പറയുന്നത്, ഈ സാധാരണ ഈ പരിപാടിയുടെ നോട്ടീസാണ് അദ്ദേഹത്തിന് അയച്ചത്, അദ്ദേഹത്തിന്റെ പേര് ഈ നോട്ടീസിലില്ല, ഇങ്ങനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഏതായിരുന്നാലും ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഈ പ്രതിപക്ഷത്തെ അവഹേളിക്കുന്ന, കളിയാക്കുന്ന രീതിയിലാണ് സർക്കാരിന്റെ നടപടി ഉള്ളത്. കാരണം വിളിച്ചു എന്ന് വരുത്തി തീർക്കാൻ മാത്രമുള്ള നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത്. അതേസമയം ഈ സർക്കാരിന്റെ അല്ലെങ്കിൽ ഈ വിഴിഞ്ഞത്തിന്റെ യഥാർത്ഥ അവകാശി ഉമ്മൻചാണ്ടിയാണ് എന്നതടക്കമുള്ള ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം ഉമ്മൻചാണ്ടിയുടെയും ഈ പറയുന്ന ഫോട്ടോയിൽ പുഷ്പാർച്ചന ഉൾപ്പെടെയുള്ള പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഏതായാലും ഈ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഉള്ളത്. VS അനു, തിരുവനന്തപുരത്ത്.